ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ട്രാവൽ വീഡിയോ ആണ് ഇന്ന് എടുക്കാൻ പോണേ. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? തേക്കടി ക്ലബ് മഹീന്ദ്രയുടെ റിസോർട്ടിലോട്ടാണ് പോകാൻ പോണത്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് ടൈമാണ് തേക്കടി പോകുന്നത്. ഞാൻ പോയിട്ടില്ല, ഞാനും പോയിട്ടില്ല. സോ നമ്മൾ ആ ഒരു ജേർണി എങ്ങനെയാണെന്നും ക്ലബ് മഹീന്ദ്ര റിസോർട്ടും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചു. സോ ലെറ്റ്സ് ഗോ ടു വീഡിയോ. നല്ല മഴ, നമ്മൾ എവിടെ പോകാൻ ഇറങ്ങിയാലും മഴ നമ്മളെ വിട്ടു പോകത്തില്ല. ഇനി നമുക്ക് 1 hour 24 minutes കാണിക്കുന്നുണ്ട്. വെനസ്ഡേ ആണ് നമുക്ക് ചെക്കൗട്ട് വരുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട്, അവിടെ പോയി ഇടുക്കി വാഗമൺ ആ സൈഡായിട്ട് വരുമെന്ന് തോന്നുന്നു. അതൊക്കെ നമ്മുടെ പ്ലാനിങ്ങിലുള്ളതാണ്. നടക്കുമെന്നൊന്നും അറിയത്തില്ല, നമുക്ക് നോക്കാം. ക്യാമറ കണ്ണുകൾ എത്തുന്നതിന് മുന്നേ സ്ഥലം കഴിഞ്ഞു പോയി നല്ലൊരു സ്ഥലം എഴുതട്ടെ. ഞാൻ വിചാരിച്ച വാഗമൺ, മൂന്നാർ ആ സ്ഥലങ്ങളൊക്കെ ആയിരിക്കും ഇങ്ങനെ കയറി പോകുന്നതെന്ന്. പക്ഷെ തേക്കടിയും അങ്ങനെ തന്നെയാ പോകുന്നത്. കാരണം ഞാൻ കുറച്ച് ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ അത് വലിയ തണുപ്പൊന്നും ഇല്ലാത്ത സ്ഥലമാണെന്നാണ് കണ്ടത്. അപ്പൊ ഞാൻ വിചാരിച്ച സാധാരണ ഒരു സ്ഥലമായിരിക്കും. ഇതൊന്നും ഇടണ്ട, ഇതൊക്കെ എന്റെ കാരണം ഞാൻ മഴയായാലും വെയിലായാലും ലുലു മോളിൽ പോവാന്ന് പറഞ്ഞ എനിക്ക് ഇപ്പോഴും ട്രോള് കിട്ടുന്നുണ്ട്. സോ നീ ഇതൊന്നും ഇടണ്ട. പുള്ളി എനിക്കൊന്നും മഴയും കൂടി പെയ്തോണ്ടായിരിക്കും. അയ്യോ, ഞാൻ ആദ്യമായിട്ടാ ഈ ഒരു സീൻ കാണുന്നു. അടിപൊളി. നമ്മുടെ ക്ലബ് മഹീന്ദ്ര റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. ഭയങ്കര ബഹളങ്ങളൊന്നുമില്ല. അതുപോലെ നല്ല നാച്ചുറൽ ഇതുണ്ട്, കുറേ മരങ്ങളും ചെടികളും ഒക്കെ ആയിട്ട്. പിന്നെ ഓരോരുത്തർക്കും ഇതുപോലെ ഓരോ വീട് സെറ്റപ്പാണ് ഓരോരുത്തർക്കും വരണത്. ജസ്റ്റ് നമ്മൾ ചുറ്റും ഒന്ന് ഇതുവഴിയാണ് നമ്മുടെ റൂമിലോട്ട് വന്നത്. ഇതുപോലെ ഇങ്ങനെ ഓരോരോ വീടുകളാണ് ഓരോരുത്തർക്ക് വരണം. ഇപ്പോൾ വീടല്ല, ഇതുപോലെ ഓരോരുത്തർക്കും ഓരോ ഇത് കണ്ടോ. ഫുൾ ഒരു പ്രകൃതി രമണീയമായ അറ്റ്മോസ്ഫിയർ, നിറയെ മരങ്ങളും ഒരു പച്ചപ്പും, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം. നമ്മൾ ഓൾറെഡി ഇതിനകത്തൊക്കെ കയറി സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങളെയും കൂടിയൊക്കെ കാണിക്കാമെന്ന് വെച്ചത് ഇതുപോലെ വെളിയിലിരിക്കാൻ ഇങ്ങനൊരു സെറ്റപ്പ് ഉണ്ട്, ഷൂ റാക്ക് ഉണ്ട്. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതലുള്ള കുരങ്ങന്മാരുണ്ട് കേട്ടോ. ഇതെനിക്ക് തുറക്കാൻ അറിയത്തില്ല. ഓക്കെ, തുറന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ഇതാണ് ഇവരുടെ റൂം. ക്ലബ് മഹീന്ദ്രയുടെ റൂം അതാണ് ഉദ്ദേശിച്ചത്. നമ്മുടെ ഒരു 4 star ബഡ്ജറ്റിനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. നല്ല മഞ്ഞുണ്ട് കേട്ടോ. രാവിലെ മഴയൊക്കെ പെയ്തിട്ട് ചെറിയൊരു മഴയും മഞ്ഞുമായിട്ട് നിൽക്കുവാണ്. നമ്മൾ രാവിലെ അപ്പോൾ ടൈഗർ റിസർവ് നാഷണൽ പാർക്ക് വരെ ഒന്ന് പോകാമെന്ന് വെച്ചു. ടൈമിംഗ് പറഞ്ഞത് 7:30 9:30 ഒക്കെ ആണ്. പക്ഷേ 7:30ക്ക് നല്ല മഞ്ഞായതുകൊണ്ട് നമ്മൾ ഉറക്കത്തിൽ നിന്നിച്ചില്ല. അപ്പം 9:30 ഫോക്കസ് ചെയ്ത് നമ്മൾ പോവുകയാണ്. നമ്മൾ പുറത്തുനിന്ന് ഫുഡും കഴിച്ചിട്ടാണ് അങ്ങോട്ട് പോകാൻ പോണേ. അപ്പോൾ ബാക്കി നമ്മൾ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ടൈഗർ നാഷണൽ പാർക്കിൽ എത്തിക്കഴിഞ്ഞു. അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം അവരുടെ ഒരു ബസ്സിലായിരിക്കും നമ്മൾ ഉള്ളിലോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ആ ബസ്സിൽ കയറി അവിടെ ചെന്ന് ബോട്ടിങ്ങിന് നമ്മൾ സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം. അതിന് ശേഷമായിരിക്കും നമ്മൾ ബോട്ടിങ്ങിന് പോവുക. അപ്പോൾ നമ്മുടെ ബോട്ടിങ് നമ്മൾ 9:30ക്കുള്ള ട്രിപ്പിനാണ് കയറിയത്. അപ്പോൾ ബോട്ടിങ്ങിലോട്ട് പോയി നമുക്ക് കുറച്ച് അനിമൽസിനെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടുത്തെ ഗൈഡ് പറഞ്ഞത് നമ്മളൊരു സമ്മർ സീസണിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി അനിമൽസിനെ നമുക്ക് കാണാൻ പറ്റും, അതാണൊരു ആപ്റ്റ് ടൈം എന്നാണ് പറഞ്ഞത്. എന്നാലും നമുക്ക് കുറച്ച് അനിമൽസിനെ കാണാൻ പറ്റി. നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ബോട്ടിംഗ് എല്ലാം ഞങ്ങൾ എൻജോയ് ചെയ്ത് നേരെ ഞങ്ങൾ അടുത്ത സ്പോട്ടിലോട്ടാണ് പോയത്. അത് വേറെ എവിടെയല്ല, രാമക്കൽ മേടിലാണ്. നമ്മൾ തമിഴ്നാട് വഴിയാണ് കേട്ടോ അങ്ങോട്ട് എത്തിയത്. എവിടെ എത്തിയത്? രാമക്കൽ മേട്ട. അവിടെ എത്തി. ഇവിടെ ഒന്നും കാണാനില്ല ഗൈസ്, ഫുൾ ഓഫ് ഫോഗല്ലേ. മഴ പെയ്തിട്ടുള്ള മഞ്ഞ് തിരിച്ചു കാണിച്ചു കൊടുത്താലോ.
അപ്പോൾ നമ്മൾ ഇറങ്ങുവാണ്. നമ്മൾ രാമക്കൽമേടിൽ നിന്ന് ഇറങ്ങുവാണ്. ഞങ്ങൾ വരുന്ന സമയത്ത് ഒരു മഴ പെയ്തായിരുന്നു. ഫുള്ള് കോട ഇറങ്ങിയേക്കുക. അതെ, നല്ല മഴ പെയ്ത് ഫുള്ള് കോട. രാമക്കൽമേടിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ ഇവിടെ ഒരു കാറ്റാടിപ്പാടം ഉണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ നേരെ പോയാൽ അങ്ങോട്ട് എത്തുമെന്ന് പറയുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോകാമെന്ന് വെച്ചു. ഗൈസ്, അങ്ങനെ വരുന്ന വഴിയിൽ 2 ബോക്സ് മുന്തിരിങ്ങ വാങ്ങിച്ചു. ഒരു ബോക്സ് ഏകദേശം 120 രൂപ. ഓക്കെ സാധനമാണ്. 2 ബോക്സ് വാങ്ങിച്ചു. കഴിച്ചു നോക്കി, ഞാൻ നോക്കി അവിടെ നിന്ന് കഴിച്ചു നോക്കി. ഫ്രഷ് സാധനം ഓക്കെയാണ്. മറ്റേ അതൊന്നും അടിച്ചിട്ടില്ലെന്നാണ് പറഞ്ഞത്. ആർക്കറിയാം. എന്തായാലും ഓക്കെ, കുഴപ്പമില്ല, കൊള്ളാന്ന് പോകുന്നു. കഴിച്ചു നോക്കിയപ്പോൾ വണ്ടി ഓട്ടിപ്പോൾ എങ്ങനെയുണ്ട്? നടക്കും. ഓട്ടോമാറ്റിക് വേണമെന്നാണ് പറയുന്നത്. എനിക്ക് ഗിയർ മാറാൻ വയ്യ. ലൈസൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഉണ്ടാവും, പക്ഷെ എനിക്ക് ഓട്ടോമാറ്റിക് ഓട്ടിച്ചങ്ങോട്ട് തെളിഞ്ഞിട്ടില്ല. നമ്മൾ വണ്ടി എന്തിനാണ് ഓട്ടിക്കുന്നത്? ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് പോവാൻ. പിന്നെ നമുക്ക് കംഫർട്ടായിട്ട് ഓട്ടിക്കാം. അപ്പൊ എനിക്ക് കംഫർട്ട് ഓട്ടോമാറ്റിക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഗിയർ മാറുന്നതിനെ പറ്റി ഓർമ്മയില്ലാത്തവർക്കുള്ള ഓപ്ഷൻ അല്ലേ ഓട്ടോമാറ്റിക്. അപ്പൊ നമ്മൾ എന്തിനാ അത് ഓട്ടിക്കണം? വളവ് പോലെ ഒരു തിരിവില്ല. അപ്പം നമ്മൾ ക്ലബ് മഹീന്ദ്രയോട് ബൈ ബൈ പറയുകയാണ് ഗൈസ്. 2 days and 3 nights. അല്ല, 3 days and 2 nights. നമ്മളങ്ങനെ പറഞ്ഞ പോലെ ഇടുക്കിയിലുള്ള സണ്ണീനെ തൂക്കിയേക്കുമാണ്. സണ്ണി അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നു. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ അയ്യപ്പൻ കോവിൽ തൂക്കുപാലം എന്ന് പറഞ്ഞ സണ്ണി നമ്മളെ എവിടെ കൊണ്ടുവന്നേക്കുവാണ് ഗൈസ്. സണ്ണി നിൽക്കുന്നു. സണ്ണിയുടെ നാട്ടിലെ തൂക്കുപാലം കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നേക്കുവാണ് ഗൈസ്. കമ്പി കുലുങ്ങുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നു. പൊട്ടിപ്പൊളിഞ്ഞ് വീട് വന്നു. തൂക്കുപാലം ആടുന്നുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. തൂക്കുപാലം ആടത്തില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നുണ്ട് കേട്ടോ. ചങ്ങാടം പോകണ്ട. അതിനകത്ത് കയറി പോകാൻ പറ്റുമോ? ഇല്ലതോ, അപ്പുറത്തേക്കുന്ന ആള് വലിക്കുക. അതാ വേണ്ട, പറഞ്ഞെങ്ങാനും പോയാ നീ നടന്നു പോ. ആദ്യം പൊളിഞ്ഞ് വീഴുന്നത് നീ പേടിയാവുന്നുണ്ട് കേട്ടോ എനിക്ക്. എങ്കിൽ നീ അത് ഓഫ് ചെയ്യ്. നമുക്ക് അല്ലാതെ ഫോട്ടോ സണ്ണി പറയണത് സണ്ണി എന്നെ വീടിന് എടുത്ത് ചാടിയിട്ടുണ്ടെന്നാണ്. ഞാൻ ചാടിയിട്ടൊന്നുമില്ല, പോടാ. എനിക്ക് അറിഞ്ഞൂടാ. ഇത് കണ്ട എനിക്ക് എത്തിക്കാൻ നല്ല പേടിയാണ്. ഇത് കുളിരുന്ന കേട്ടാ. ഇതെങ്ങനെയുണ്ട് സംഭവം? ഇത് കൊള്ളാൻ കേട്ടോ. നമ്മളിനി അങ്ങോട്ട് പോകുന്നുണ്ടോ? സണ്ണി പറയണത് അവിടെ അമ്പലമൊക്കെ ഉണ്ടെന്നാണ്. ദൈവത്തിനറിയാം. ലൈഫ് ഓഫ് ജോസൂട്ടിയിൽ ദിലീപ് ഇരിക്കുന്ന പാറയിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സീൻ സ്ഥലമാണ്. ഇനി തിരിച്ച് ഇതാണ്ടേ തൂക്കുപാലം കയറി അപ്പുറത്ത് പോകണ കാര്യം ആലോചിക്കുമ്പോൾ ടെൻഷനാവും. ലൈഫ് ഓഫ് ജോസൂട്ടിയിൽ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണെന്നാണ് സണ്ണി പറയണത്. എനിക്കറിയാൻ വയ്യ. ഗായ്സ്, സണ്ണി ഇതാ വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കുന്നത്. നോക്ക്, ഇതാണ് സ്ഥലം എന്നാണ് സണ്ണി പറയണത്. കണ്ട സണ്ണി പറയണത് അവിടെ കാണിക്കണം. അവിടെ അല്ലേ വെള്ളം? അവിടെ അല്ല, ഇവിടെയാണെന്ന് തോന്നുന്നു. അല്ല, അവിടെയാ സെറ്റ് ഇട്ടിരുന്നു. ഇവിടെയായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്നാണ് സണ്ണി പറയണത്. പക്ഷെ ഇവിടെ ഇപ്പം കാട് പിടിച്ച്. അങ്ങനെ നമ്മൾ തിരിച്ച് കയറുകയാണ് തൂക്കുപാലത്തിലൂടെ. പേടിയൊന്നുമില്ല, എന്നാലും ഒരു ഷേഡേ സീനാവുന്നുണ്ട് കേട്ടാ. എങ്കിൽ നീ അത് ഓഫ് ആക്കിയിട്ട് നടക്ക്. നോക്കട്ടെ ഗായ്സ്. അപ്പോൾ നമ്മൾ അഞ്ചുരുളി തൂക്കുപാലത്തിൽ നിന്ന് ഇറങ്ങി. അന്ന് അയ്യപ്പൻ കോവിൽ തൂക്കുപാലത്തിൽ ഇറങ്ങി. ഇനി എവിടോട്ടാണ് പോണത്? ഇനി അഞ്ചുരുളിയിലോട്ടാണ് പോണത്. എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ ഇവിടുത്തെ സ്ഥലത്തായിരുന്നു. ഇതെവിടെയാണ്? ടണലിൽ കൊണ്ടുവരണമെന്നും പറഞ്ഞ് തുരുത്തി കൊണ്ടുവന്നേക്കാണ്. ഏതാ കാട്ടിൽ കൂടി നടന്നു പോകണം. നടന്ന്
ഇവിടേക്ക് എത്തി. ഇവിടെ ഇത് തോണ്ടറ അവിടെ വെള്ളം വീണ സൗണ്ട് കേൾക്കുന്നത് കേട്ടോ. അതുവഴി ഇറങ്ങിയോ? ആ ശരിയാ, ഇത്രയും നല്ല വഴി ഇവിടെ കിടന്നിട്ട്. പക്ഷെ ഇറങ്ങാൻ പറ്റുമോ അവിടെ? ഏകദേശം 1 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ നടക്കാൻ. തിരിച്ച് കയറുന്ന കാര്യമാണ് പാട്. ഈ മല നമ്മൾ ഫുള്ള് ഇറങ്ങിയാണ് വന്നത്. നമ്മൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ 1.5 കിലോമീറ്ററോളം കൊണ്ട് നടക്കാൻ തോന്നിയിരിക്കുക. പക്ഷെ അടിപൊളി സ്ഥലം. അഞ്ചുരുളി കാണിച്ചു കൊടുക്ക്. സണ്ണി നമ്മളെ അഞ്ചുരുളി കാണിക്കണം എന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നത്. ഇതോ കാണുന്നുണ്ടോ? അതാണ് അഞ്ചുരുളി എന്നാണ് സണ്ണി പറയണത്. ഈ കാണുന്ന മല കണ്ടോ? ഈ കാണുന്ന മലയാണ് നമ്മൾ ഇറങ്ങി വന്നത്. ഇനി ഇത് തിരിച്ച് കയറണം. ദൈവമേ തളർന്നു വയ്യ. കയറുവാ. സണ്ണി മരിച്ചൊന്നും വീഴല്ലേ? അയ്യോ തൊണ്ടയിൽ നെഞ്ചിടിക്കുന്നു. വെള്ളം എടുക്കാളായിരുന്നു. അയ്യോ വെള്ളം എടുക്കാതെ വരല്ലേ? ഇവിടെ കിടക്കാം. കുടിയാൻ ഇത് ദാഹിച്ചിട്ട് ഞാൻ ഇപ്പം വീഴ. അയ്യാണ്ടേ. ഓ ആ കയറി പോണ്. ഓ ഫൈനലി നമ്മളെത്തി. ഐസ് എങ്ങനെ ഉണ്ടായിരുന്നു? മനോഹരം. രാവിലെ ക്ഷീണിക്കാണ്. അടുത്തത് എങ്ങോട്ടാണ്? അഞ്ചുരുളി. അങ്ങനെ ഞങ്ങൾ അഞ്ചുരുളി ടണൽ കണ്ടു. നല്ല ഒഴുക്കുണ്ടായിരുന്നു കേട്ടോ, നല്ല വെള്ളം ഉണ്ടായിരുന്നു. അങ്ങനെ ടണലും കണ്ട് ഞങ്ങൾ ഞങ്ങളുടെ തേക്കടി ട്രിപ്പ് പാക്കപ്പ് ചെയ്തു. നേരെ ബാക്ക് ടു ട്രിവാൻഡ്രം. അപ്പോൾ ഗൈസ് നമ്മളെ തേക്കടി ട്രിപ്പൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നലെ വരുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു, കണ്ണ് കാണാൻ പറ്റാത്ത മഴ. പക്ഷെ അവിടെ അത്ര മഴയില്ല കേട്ടോ തേക്കടിയിൽ. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ നല്ല മഴ. പിന്നെ മഴ ആയതുകൊണ്ട് നമ്മൾ വീട്ടിൽ വന്നു. മീൻസ് കൊല്ലത്ത് വന്ന് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് അവിടെ നിന്ന് വീണ്ടും ട്രിവാൻഡ്രത്താണ് എത്തിയത്. പിന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ സണ്ണി, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഇടുക്കി നമ്മുടെ കൂടെ ഇവിടം വരെ നമ്മുടെ സണ്ണി കാറിലുണ്ടായിരുന്നു. ട്രിവാൻഡ്രത്ത് അവനെ ഡ്രോപ്പ് ചെയ്തു. രാത്രി ആയതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതാ, അപ്പോൾ രാത്രി ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു എൻഡിങ് പറയാനൊന്നും പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഇന്ന് അതിൻ്റെ ഒരു വീഡിയോ എടുക്കണം. അപ്പോൾ ഓവറോൾ നമ്മുടെ തേക്കടി ട്രിപ്പ് എന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു. ഒരുപാട് സ്പോട്ടുകൾ ഉണ്ടായിരിക്കും, പക്ഷെ നമ്മൾ കവർ വേറൊരു സ്ഥലത്തോട്ട് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ ഒരു ടൈം ലിമിറ്റിനുള്ളിൽ കറങ്ങാൻ പറ്റിയ കുറച്ച് സ്പോട്ടുകളാണ് കറങ്ങിയത്. ഞങ്ങൾ പോയ സ്ഥലങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇനിയും ഒരുപാട് നല്ല നല്ല സ്പോട്ടുകൾ അവിടെ കാണും. അത് സണ്ണിയും പറഞ്ഞു ഇനിയും ഉണ്ട് എന്ന്. പക്ഷെ അതിന് നമ്മൾ ഇനി 2 ദിവസവും കൂടി നിൽക്കണം. അല്ലെങ്കിൽ അതുപോലെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കവർ ചെയ്യാൻ പറ്റും. എന്നാലും നമ്മൾ പോയ സ്ഥലങ്ങളും അങ്ങനെയൊക്കെ. പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ആദ്യമായിട്ട് എടുക്കുന്നത്, അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളും തുടക്കം ഉണ്ടെങ്കിൽ ഒടുക്കമില്ല എന്ന അവസ്ഥയൊക്കെ കാണും എന്തായാലും. എങ്കിലും നമ്മളെ കൊണ്ട് മാക്സിമം പറ്റുന്ന രീതിയിൽ നമ്മൾ പോയ സ്ഥലങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ കുറച്ച് നാളായി വീഡിയോ ഇട്ടിട്ട്, എന്നാലും ഇതുവരെ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സായിട്ട് നിൽക്കുന്നവർക്ക് ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.